വാറൻ ബുഫറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ലോകത്തിലെ ഒരു അതോറിറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പിൾസ് ആണ് ഒത്തിരിയേറെ പേർ ഫോളോ ചെയ്യുന്നത്. അത് വളരെ സക്സസ്ഫുള്ളുമാണ്. അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഈ വാറൻ ബുഫറ്റിൻ്റെ മിസ്റ്റേക്സ് എന്തായിരുന്നു, അത് ആ ഇൻവെസ്റ്റർ അതെങ്ങനെ റിയാക്ട് ചെയ്തു, അതിനുശേഷം അയാൾ എങ്ങനെയാണ് അതിൽ നിന്നും മോചിതനായി എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഇൻവെസ്റ്റർ ആണെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാക്കും. മിസ്റ്റേക്സിൽ നിന്നാണ് നമുക്ക് ഒരു ബെറ്റർ ലേണിംഗ് ഉണ്ടാവും എന്നുള്ളത് ഒരു ഹ്യൂമൻ്റെ ഒരു ടെൻഡൻസിയാണ്. ഒരുപക്ഷെ വാറൻ ബുഫറ്റും അത് തന്നെയായിരിക്കാം സംഭവിച്ചത്. പുള്ളിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹിസ്റ്ററി എടുത്താൽ 1962 പുള്ളി ബെർക്ക്ഷയർ ഹാത്വേ എന്ന കമ്പനി എടുക്കുന്നത്. അന്നതൊരു ടെക്സ്റ്റൈൽ കമ്പനി ആയിരുന്നു, ലോസ് മേക്കിംഗ് കമ്പനി. പക്ഷേ ആ കമ്പനി അന്ന് എടുത്തത് തന്നെ ഒരു വലിയ മിസ്റ്റേക്കായിരുന്നു. കാരണം അത് ഒരു എമോഷണൽ ഡിസിഷനിൻ്റെ പുറത്താണ് എടുത്തത്. അവിടുത്തെ സ്റ്റാഫുമായിട്ടുള്ള ഒരു എമോഷണൽ കോൺഫ്ലിക്റ്റിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ കൺട്രോൾ എടുക്കാനായിട്ടാണ് അതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തത്. അത് വളരെയേറെ നഷ്ടത്തിൽ കലാശിക്കുകയും അദ്ദേഹത്തിൻ്റെ ഫണ്ടിങ് അവിടെ സ്റ്റക്കായി നിൽക്കുവാൻ ഇടയാകുകയും ചെയ്തു. ഇത് അദ്ദേഹം പിന്നീട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയിട്ട് അതിനെ ഒരു ഫിനാൻസ് റിലേറ്റഡ് കമ്പനിയാക്കി മാറ്റി ആ പേര് നിലനിർത്തി എന്നുള്ളത് മാത്രം. 1993 ഡെക്സ്റ്റർ ഷൂസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഒരു ഫണ്ട് അലോക്കേഷനിൽ അദ്ദേഹം തെറ്റുപറ്റി എന്നുള്ള ഒരു അഡ്മിഷൻ പിന്നീട് നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഫോറിൻ കോമ്പറ്റീഷൻ പോസിബിലിറ്റി നെഗ്ലക്റ്റ് ചെയ്തതാണ് അതിനുള്ള ഒരു കാരണം എന്നുള്ളതാണ്. അതിൽ നിന്ന് അദ്ദേഹം മാറുകയും പിന്നെ ആ രീതിയിലുള്ള ഒരു ഔട്ട്ലുക്ക് കറക്ഷൻ അദ്ദേഹം തൻ്റെ കമ്പനിയിൽ പോളിസിയിൽ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ മറ്റൊന്ന്, ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഒരു തെറ്റാണ് അദ്ദേഹം അഡ്മിറ്റ് ചെയ്തത്. ആമസോണിലും അഥവാ ഗൂഗിളിലും അതിൻ്റെ എമർജിങ് സമയത്ത് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യാൻ ഹെസിറ്റൻ്റ് ആയിരുന്നു. അതായത് ഒരു റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്നുള്ള ഒരു അവസ്ഥ. അദ്ദേഹം അതിനകത്ത് കറക്ഷൻ പിന്നീട് എടുത്തത് ആപ്പിളിൻ്റെ സ്റ്റേക്ക് എടുത്തിട്ടാണ്. ഇതിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ട്രാൻസ്പെറൻസി കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യും. അതായത് ഒരു മിസ്റ്റേക്ക് വന്നാൽ അത് അഡ്മിറ്റ് ചെയ്യുകയും അതിനെ കറക്റ്റ് ചെയ്ത് അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോളിസി. നമ്മളിതിൽ നിന്നൊരു മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കോമ്പൗണ്ടിങ് കൊണ്ടുവരും എന്നുണ്ടെങ്കിലും അത് വാങ്ങിയിട്ട് മോണിറ്റർ ചെയ്യാതിരിക്കുക എന്ന് പറയുന്നത് ഒരു അബദ്ധമായിട്ടുള്ള കാര്യമാണ്. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റിനെ കുറിച്ച് മനസ്സിലാവാത്തവർക്ക് ഞാനൊരു എക്സാമ്പിൾ പറയാം. ഒരു 25 വർഷം, അതായത് വാറൻ ബഫറ്റൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 20 വർഷം, 30 വർഷം, 40 വർഷമൊക്കെയാണ്. ഒരു 1 lakh നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഒരു 25 ഇയേഴ്സിന് ശേഷം അത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ആണെങ്കിൽ നമുക്കൊരു 15 times ഒരു സാധാ സ്റ്റോക്ക്, അതായത് അധികമൊന്നുമില്ലാത്തൊരു 10% മാത്രം റിട്ടേൺ തരുന്ന ഒരു സ്റ്റോക്ക് 15 times ഉണ്ടാവും. അതായത് 15 lakhs ഉണ്ടാവും. പക്ഷേ നമ്മളത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മെയിൻലി അതിൻ്റെ ടാക്സ് പോവും, പിന്നീട് അതിൻ്റെ ട്രാൻസാക്ഷണൽ ചാർജസ് പോവും, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയവും അതിൻ്റെ ഒരു നഷ്ടവും ഉണ്ടാകും. അതെടുക്കാതെ തന്നെ അതിൻ്റെ വാല്യൂ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഒരു 15 times കിട്ടിയിരുന്നിടത്ത് less than 10 നമുക്ക് കിട്ടുള്ളൂ. അതായത് ഒരു 9 to
10 lakhs താഴെ അത് വരുള്ളൂ. ഞാനിതൊരു വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോക്കിൻ്റെ കാര്യമാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ ലോങ് ടൈം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒത്തിരി സ്റ്റഡി ചെയ്ത് അതിൻ്റെ റിട്ടേൺ 15% താഴെയുള്ള ഒരു ROE ഉള്ള ഒരു സ്റ്റോക്ക് വാറൻ ബഫറ്റ് ഒരിക്കലും വാങ്ങാൻ അഡ്വൈസ് ചെയ്യില്ല. 20% 30% ഒക്കെ ഉള്ളതാണ് സാധാരണ ഈ കോമ്പൗണ്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതിനകത്ത് ക്ലിയർ ആയിട്ടൊരു കാര്യം പറയാം, ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് നമുക്ക് കോമ്പൗണ്ടിങ് തരിക. അത് എപ്പോഴും ഒരു പടി മുകളിലാണ്. പക്ഷെ തീർച്ചയായും നമ്മൾ അതിൽ നിന്ന് വാങ്ങിയതിന് ശേഷം അതിൽ നിന്ന് മാറി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. റെഗുലറായിട്ട് അത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാതിരിക്കുക. പക്ഷേ ഈ കമ്പനി മോണിറ്റർ ചെയ്യണം. കാരണം 20-30 വർഷത്തിന് ശേഷം ബിസിനസ് ചേഞ്ച് ചെയ്യാം, എൻവയോൺമെൻറ്റ് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നാളെ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ്, ഇപ്പം അന്ന് ഗൂഗിളിൽ വാറൻ ബഫറ്റ് ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നത് ഒരു ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് അക്സെപ്റ്റ് ചെയ്യാതിരുന്നുകൊണ്ട് നാളെ ഒരു AI ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ ചേഞ്ചസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ലോകത്തിൽ എന്നുമുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്, റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്, കറക്ഷൻസ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കരുത്, അത് മോഡിഫിക്കേഷൻ ചെയ്യാതിരിക്കരുത്. ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ ദ ഇൻവെസ്റ്റേഴ്സ്. താങ്ക് യു.